നമസ്കാരം. 41 ദിവസത്തെ വ്രതമെടുത്ത് 18-ാം പടി ചവിട്ടിയെത്തുന്ന അയ്യപ്പന്മാർക്ക് അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ മണിക്കൂറോളം മഴയും വെയിലും കൊണ്ട് ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു അയ്യപ്പ ഭക്തർക്ക്. ഇതുമൂലം വലിയ തിരക്കുകളാണ് സന്നിധാനത്തും പമ്പയിലും അടക്കം ശരംകുത്തിയിലും അടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യൂ വരുമ്പോൾ അയ്യപ്പ ഭക്തർക്ക്, അതായത് അയ്യപ്പന്മാർക്ക് അയ്യനെ നല്ലപോലെ കാണാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്ന ഒരു പരാതിയായിരുന്നു. നല്ല രീതിയിൽ കണ്ടു തൊടാൻ കഴിയുമായിരുന്നില്ല എന്നൊരു പരാതിയായിരുന്നു. ഇനി അയ്യപ്പന്മാർക്ക് മാർച്ച് 14 അയ്യപ്പനെ 30 സെക്കൻഡോളം കണ്ട് തൊഴാനുള്ള ഒരു അവസരമാണ് ഇനി വരാൻ പോകുന്നത്. ശബരിമല സന്നിധാനത്ത് 18-ാം പടി കയറിയാലുടൻ അയ്യപ്പനെ കാണാനുള്ള സംവിധാനമാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത്. അതായത് മീനമാസ പൂജയ്ക്ക് നട തുറക്കുന്ന മാർച്ച് 14 ഇത് നിലവിൽ വരാൻ പോവുകയാണ്. പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് സോപാനത്ത് എത്തുന്ന സംവിധാനമാണ് ഇനി ഒഴിവാക്കുന്നത്. അതായത് ഫ്ലൈ ഓവർ കയറാതെ കൊടിമരത്തിന്റെ ഇരുവശത്തും കൂടി അയ്യപ്പന്മാരെ കടത്തിവിട്ട് ബലിക്കൽപുര വഴി മുന്നോട്ട് പോകാവുന്ന രീതിയാണ് ഇനി നടപ്പാക്കാൻ പോകുന്നത്. ചുരുങ്ങിയത് 30 സെക്കൻഡോളം അയ്യപ്പനെ വണങ്ങാൻ സാധിക്കും. ഫ്ലൈ ഓവർ വഴി സോപാനത്തെത്തുമ്പോൾ 2-3 സെക്കൻഡ് മാത്രം ദർശനം കിട്ടുന്ന രീതിയാണ് ഇനി മാറാൻ പോകുന്നത്. പോലീസുകാർ അതിവേഗം പിടിച്ചു മാറ്റുന്നതും ഒഴിവാകും. 15 മീറ്റർ ദൂരം അയ്യനെ കണ്ടിങ്ങനെ നിൽക്കാം. 2 വരികളെയും വേർതിരിക്കാൻ നീളത്തിൽ കാണിക്ക വഞ്ചി സ്ഥാപിക്കും. ഇടതുഭാഗത്തു കൂടി വരുന്നവർ അല്പം ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്കാണ് എത്തുന്നത്. ഇടത്തേക്ക് തിരിയുമ്പോൾ അയ്യപ്പ ദർശനം കഴിയും. വലതു വരിയിലൂടെ വരുന്നവർ തറനിരപ്പിൽ തന്നെയുള്ള ഭാഗത്ത് എത്തി ഇടത്തേക്ക് തിരിഞ്ഞു പോകും. 2 വരികളിലുമുള്ളവർ തമ്മിൽ കൂടിക്കലർന്ന് തിരക്കുണ്ടാവുകയുമില്ല. വടക്കേ നട വഴി വരുന്നവരും വലതു വരിയിലൂടെ വരുന്നവരുമായി ചേർന്നായിരിക്കും നട പിന്നിടുക. ക്ഷേത്രത്തിന്റെ താന്ത്രിക ഘടനയിലോ കണക്കുകളിലോ മാറ്റമില്ലാത്തതിനാൽ തന്ത്രിയുടെ അനുരഞ്ജന പുതിയ സംവിധാനത്തിനുണ്ട്. നിലവിൽ ശ്രീകോവിലിന് മുന്നിലൂടെ 3 വരിയായാണ് ഭക്തരെ കടത്തിവിടുന്നത്. നടയിലെ തിക്കും തിരക്കും പരാതികൾക്കിടെയായിരുന്നു. പുതിയ സംവിധാനത്തിന് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ, ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് അംഗം കൂടിയായ അഡ്വക്കേറ്റ് അജി കുമാർ, കമ്മീഷണർ CV പ്രകാശ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജിത് ശേഖർ, എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരും ദേവസ്വം എഞ്ചിനീയർമാരും ചേർന്ന് പുതിയ സംവിധാനത്തിന്റെ അന്തിമ വിശദീകരണം നടത്തി. 17 ശേഷം ഇനി പണി തുടങ്ങാൻ പോവുകയാണ്. ഫ്ലൈ ഓവർ നിലനിർത്തും. കൂടാതെ 1989 പണിത ഫ്ലൈ ഓവറാണ് ഇനി നിലനിർത്താൻ പോകുന്നത്. മരക്കൂട്ടം വരെ ക്യൂ നീളുന്ന സാഹചര്യമോ മറ്റ് അടിയന്തര ഘട്ടമോ വന്നാൽ ഇതിൽ അയ്യപ്പന്മാരെ കയറ്റും. ഫ്ലൈ ഓവർ വരുന്നതിന് മുമ്പ് ബലിക്കൽപുരയിലൂടെയായിരുന്നു കടത്തിവിട്ടിരുന്നത്. അശാസ്ത്രീയമായതിനാൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.